ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാതെ പോകുന്നവർക്ക് സഹായം ചെയ്യുന്നത് അനുഗ്രഹമാകുന്നു. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതും ആകുന്നു. മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളൊരു ഹൃദയം വേണം എന്ന് മാത്രം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് പെയ്യുന്ന മഴ പോലെ വളരെ ആശ്വാസം പകരുന്ന അനവധി ആലോചനകളാണ് സദൃശ്യവാക്യങ്ങൾ 24 25 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഈ വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സദൃശ്യവാക്യങ്ങൾ 24 25 അധ്യായങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സദൃശവാക്യങ്ങൾ 24 അധ്യായത്തിൻ്റെ 10 വാക്യം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 24 അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആ ഭാഗം നിങ്ങളും എന്നോടൊപ്പം എടുക്കുമോ? സദൃശവാക്യങ്ങൾ 24-ൻ്റെ 11 12 ഞാൻ ആദ്യം വായിക്കട്ടെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? ഇത് വളരെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നിങ്ങൾക്ക് സഹായിപ്പാൻ കഴിയുന്ന ചിലരുണ്ട്. അങ്ങനെ സഹായിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ചിലരോട് താങ്കൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ കഴിയും. താങ്കളെ മാത്രമേ ഒരുപക്ഷെ ആ വ്യക്തി ശ്രദ്ധിച്ചെന്ന് വരൂ. അങ്ങനെയുള്ള അവസരങ്ങളെ അവഗണിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആളുകളെ മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതല്ല, നാശത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം. താങ്കളുടെ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ നാളെ അവിടെ ഉണ്ടായി എന്ന് വരില്ല. ഇതാണ് താങ്കൾക്കുള്ള അവസരം എന്നോർക്കണം. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ യഹോവയായ ദൈവമാകുന്നു. ഉപാധികൾ പറഞ്ഞ് നാം മാറുവാൻ ശ്രമിച്ചാൽ ദൈവം അതും അറിയും. നമ്മുടെ സഹായം ആവശ്യമുള്ള മനുഷ്യരെ നാം കണ്ടുപിടിച്ച് സഹായിക്കേണ്ടതുണ്ട്. ഇനി 16 വാക്യം നോക്കാം. 24 അധ്യായത്തിൻ്റെ 16 വാക്യം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. 7 എന്നുള്ളത് തികവിൻ്റെ സംഖ്യയാകുന്നു എന്ന് ഇതിനു മുൻപ് പല പ്രാവശ്യം നാം ചിന്തിച്ചല്ലോ. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ മനുഷ്യൻ വീണ്ടും വീണ്ടും വീഴുന്നു എന്നാണ്. എന്നാൽ നീതിമാൻ വീണ്ടും എഴുന്നേൽക്കും. അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ താങ്കൾക്ക് അറിയാമോ? അതുതന്നെ ശിമോൻ പത്രോസ്. അവൻ അങ്ങനെ ഒരാളായിരുന്നു. എന്നാൽ തുടർന്ന് പറയുന്നത് ശ്രദ്ധിച്ചാലും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. അത് യൂദായെക്കുറിച്ചാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ആ 2 ശിഷ്യന്മാരെ വ്യക്തമായി ഉദാഹരിക്കുന്ന ഒരു സദൃശവാക്യമാണിത്. പത്രോസ് നിരന്തരം വീഴുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്ന് നാം പറഞ്ഞേക്കാം. അപ്പോൾ അവൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അവൻ വെള്ളത്തിന്മേൽ നടക്കുകയുണ്ടായല്ലോ. യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനാണ് അവൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ തുടങ്ങിയത്. എന്നാൽ അവൻ അവൻ്റെ കണ്ണുകൾ കർത്താവിങ്കിൽ നിന്നും മാറ്റി ഇരമ്പുന്ന തിരമാലകളെ അവൻ നോക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ താഴുവാൻ തുടങ്ങി. എന്നാൽ കർത്താവ് അവനെ പിടിച്ചുയർത്തി. അവർ 2 പേരും കൂടി പിന്നെ നടന്ന് പടകിലേക്ക് പോയി. പത്രോസ് തീർച്ചയായും വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ കർത്താവിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ പത്രോസ് വീഴുകയുണ്ടായി. ഭയാനകമായി വീണു. അവൻ്റെ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. വീണ്ടും 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 പത്രോസ് കർത്താവിനെ പരാജയപ്പെടുത്തി. എന്നാൽ അവൻ എല്ലായ്പ്പോഴും എഴുന്നേറ്റ് കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോയി. അത് അവൻ്റെ വിജയമായിരുന്നു. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ചെല്ലാവുന്നതാണ്. എത്ര വലിയ പ്രോത്സാഹനമാണതല്ലേ? അത് ഒരു വേലയാക്കാതിരുന്നാൽ മതി.
ഇല്ലേ? വീണിട്ട് പിന്നെ ചെല്ലുന്ന ഒരു വേലയാക്കുന്നത്. മനഃപൂർവ്വം ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് അംഗീകരിക്കുന്നു എന്ന് മറക്കരുത്. അവൻ നമ്മെ കഴുകുന്നു. അവിടുത്തെ ക്ഷമ എത്ര അധികമാകുന്നു എന്ന് നാം ഓർത്തിരിക്കണം. ദീർഘക്ഷമ. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇഷ്ടമില്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം സംഭവിച്ചെന്ന് കേൾക്കുമ്പോൾ അവൻ അങ്ങനെ വന്നാൽ പോരാ, അവനെ അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു പോകാറുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സമർത്ഥിക്കുവാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞു പോകും. അതാണ് മനുഷ്യ സ്വഭാവം. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. ദൈവം പറയുന്നത് നിൻ്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് എന്നാണ്. അങ്ങനെയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്. എന്തുകൊണ്ട്? അടുത്ത വാക്യം, യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകുവാനും തൻ്റെ കോപം അവങ്കിൽ നിന്നും മാറ്റിക്കളവാനും മതി. നിങ്ങളുടെ ശത്രുവിൻ്റെ വീഴ്ച കണ്ട് നിങ്ങൾ സന്തോഷിച്ചാൽ ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തി എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അസ്വസ്ഥരാകും. നിങ്ങളുടെ ശത്രുവിൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കാതിരിക്കുവാൻ വളരെ പ്രായോഗികമായൊരു കാരണവുമുണ്ട്. 19-ാം വാക്യം, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ഇത് തന്നെയല്ലേ 1-ാം വാക്യത്തിലും കണ്ടതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം. അതെ, എന്തുകൊണ്ടായിരിക്കും ഇത് ആവർത്തിച്ചിരിക്കുന്നത്? ഇത് അത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് കാണിക്കുവാനാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. നാം ഇത് പഠിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓർത്തിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ചില ഉപമകളും അത്ഭുതങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ചും. ഉദാഹരണത്തിന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് അത്ഭുതമേറിയ സത്യങ്ങളെ പഠിപ്പിക്കുവാനായിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനിയും ഞാൻ 23-ാം വാക്യം മുതൽ വായിക്കാൻ പോകുകയാണ്. 23-ാം വാക്യം, ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ, ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. യുവാവിന് ബിരുദം നൽകുന്നതിന് മുമ്പ് അവൻ പഠിക്കേണ്ട ചില കാര്യങ്ങളിതാ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. അതായത് ന്യായം വിധിക്കുമ്പോൾ പക്ഷപാതം കാണിക്കുന്നത് ശരിയല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഇത് ശരിയാകുന്നു, അല്ലെങ്കിൽ ഇത് സത്യമാകുന്നു എന്ന് മാത്രമല്ല, നമുക്കിന്ന് ആവശ്യമുള്ളതുമാണ് ഈ ആലോചന. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത് അറിയണം. എല്ലാവരെയും സമമായി കാണുവാൻ ശ്രദ്ധിക്കണം. 24-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യുമെന്ന്. ഇന്നിത് വളരെയേറെ കാണുവാൻ കഴിയുന്നുണ്ട്. ദുഷ്ടമനുഷ്യരെ പുകഴ്ത്തുന്നു. പലപ്പോഴും ദുഷ്ടനെ നീതിമാൻ എന്ന് വിളിക്കുന്നു. സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ സംഗതിയാകുന്നു അതെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. എത്രയെത്ര സ്ഥാനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. നീച പ്രവൃത്തി ചെയ്ത മനുഷ്യനെ പുകഴ്ത്തുന്ന മനുഷ്യർ. ഭയങ്കരമല്ലേ? തീർച്ചയായും ഈ ഒരു സദൃശവാക്യം ഇവിടെ മുന്നറിയിപ്പ് പോലെ നൽകിയിരിക്കുകയാണ്. നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാകുന്നു. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീച പ്രവൃത്തികൾ ചെയ്യുകയാണ്, എന്നിട്ട് അധികാരസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പുകഴ്ച പറഞ്ഞു പിടിക്കുകയാണ്. മോശമായി പ്രവൃത്തി ചെയ്തവർ ഒരിക്കലും നീതിമാനായി നിരപരാധിയായി വിശേഷിപ്പിക്കപ്പെടരുത്. 29-ാം വാക്യമാണ് അടുത്തതായി ഞാൻ വായിക്കുന്നത്. 29-ാം വാക്യം, അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവൻ്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. എത്ര കൃത്യമാണല്ലേ? ഇത് തന്നെയാണ് നാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതും. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. തീർച്ചയായും പ്രതികാരം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് ദൈവവചനത്തെ നാം ലംഘിക്കുകയാകുന്നു. പ്രതികാരം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ഇനി 33-ഉം 34-ഉം വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഒടുവിലത്തെ 2 വാക്യങ്ങളാണ്. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. ഈ യുവാവ്
കോളേജിൽ നിന്നും ബിരുദം നേടിപ്പോകുവാൻ പോവുകയാണ്. അവന് വളരെയേറെ അറിവുണ്ടായിരിക്കും ഇപ്പോൾ. അവന് മറ്റ് സ്വഭാവ ഗുണങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കാണും. എന്നാൽ അവൻ അലസനായെന്നാൽ അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി അവൻ മനസ്സിലാക്കുമെന്നാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനേകർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഉറക്കം ഒരു വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. വെറുതെ കിടന്ന് സമയം കളയുക. അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. 25-ാം അധ്യായം മുതലുള്ള ഭാഗം ശലോമോൻ്റെ സദൃശവാക്യങ്ങളാണ്. എന്നാൽ അവ ഹിസ്കിയാവിൻ്റെ ആളുകൾ ശേഖരിച്ചതാണ്. 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ഇവയും ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ, യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഈ വിധത്തിലാണ് കർത്താവായ യേശു പറഞ്ഞ തിരുവെഴുത്തുകളെ പരിശോധിപ്പീൻ എന്ന കാര്യം സദൃശവാക്യം പറയുന്നത്. കർത്താവ് പറഞ്ഞ് തിരുവെഴുത്തുകളെ പരിശോധിപ്പീൻ എന്ന്. എന്നാൽ സദൃശവാക്യം പറയുന്നത് ഇവിടെ പറഞ്ഞ പ്രകാരമാണ്. പൗലോസും ഇതേ കാര്യം എഴുതിയിട്ടുണ്ട്. തിമോത്തിയോസിന് എഴുതുമ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. നാം കാര്യം ആരായുന്നവരായിരിക്കേണ്ടതാണ്. അപ്പോൾ പോലും ഒരു കാര്യം നാം അംഗീകരിക്കേണ്ടത്, ഒരു വലിയ പങ്ക് കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതത്രേ. അഥവാ അവൻ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായേനേമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവയൊക്കെ മനുഷ്യൻ്റെ മനസ്സിലാക്കുവാനുള്ള കഴിവുകൾക്കപ്പുറമാണ്. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവൻ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്തായിരുന്നാൽ തന്നെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളവ നാം പഠിക്കണം, നാം അത് പരിഗണിക്കണം. നാം ദൈവവചനം ആരായുന്നതും അത് പഠിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും. ഇനി 3-ാം വാക്യത്തിലേക്ക് വരാം. 25-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം. നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്തെന്ന് ചിലപ്പോൾ നമുക്ക് യാതൊരു പിടിയും കിട്ടിയെന്ന് വരില്ല. ഒരുപക്ഷെ അവർക്കതിന് ന്യായീകരണം ഉണ്ടാകും. കാരണം നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർക്കറിയാവുന്നതാണല്ലോ. അതുപോലെ ദൈവത്തിൻ്റെ വഴികളും നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാൻ നാം ഒരിക്കലും ഒരുമ്പെടരുത്. കാരണം ദൈവം ചെയ്യുന്നതൊക്കെ ശരിയാകും. അതാണ് ചെയ്യാവുന്ന ശരിയായ കാര്യം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. 4-ഉം 5-ഉം വാക്യങ്ങൾ. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവൻ്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്നതിലേക്കും മോശമായ കാര്യം ദുഷ്ടനായ ഒരു ഉപദേശകനെ ലഭിക്കുക എന്നുള്ളതാണ്. താങ്കളെ അത് ബുദ്ധിമുട്ടിലാക്കും, പ്രശ്നത്തിലാക്കും, പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപദേശം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഉപദേശകനാണെങ്കിലത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ബിസിനസ് ചെയ്യുന്ന ആളിൻ്റെ ഉപദേശകൻ മോശമാകുന്നുവെങ്കിൽ അത് തൊഴിലാളികളെ മൊത്തം ബാധിക്കും. ഭരണതലത്തിലുള്ളവരുടെ ഉപദേശകൻ മോശമാണെങ്കിൽ ആയത് പൊതുജനങ്ങളെ ബാധിക്കും, രാജ്യത്തെ മുഴുവൻ ബാധിക്കും. ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 6-ഉം 7-ഉം വാക്യങ്ങളിൽ, രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത്. നീ കണ്ടിരുന്ന പ്രഭുവിൻ്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ഈ വലിയ സത്യത്തെ ഉദാഹരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞത് താങ്കൾ ഓർക്കുമായിരിക്കുമല്ലോ. അവൻ അങ്ങനെ പറഞ്ഞതിന് കാരണം തൻ്റെ സമയത്തെ മതനേതാക്കന്മാർ ഈ സദൃശവാക്യത്തിന് യാതൊരു പരിഗണനയും നൽകിയിരുന്നില്ല എന്നതിനാലാണ്. ഈ പ്രത്യേക വാക്യത്തിൽ ഒരു ധനവാനായ മനുഷ്യൻ തൻ്റെ സ്നേഹിതരിൽ അനേകരെ അത്താഴത്തിനായി ക്ഷണിച്ചപ്പോൾ താൻ മാനിക്കുവാൻ ആഗ്രഹിച്ച ചിലർക്കായി ചില ഇരിപ്പിടങ്ങൾ മാറ്റിയിട്ടിരുന്നു. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ സദ്യയ്ക്ക് ക്ഷണിക്കുമ്പോൾ ചെയ്യാറുള്ളത്. എന്നാൽ സദ്യയ്ക്കുള്ള ഹാൾ തുറന്നപ്പോൾ ഏറ്റവും നല്ല സ്ഥാനത്ത് കയറിപ്പറ്റുവാനുള്ള തിക്കും തിരക്കും ഭയങ്കരമായിരുന്നു. ഈ തള്ള് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. സകലവും തട്ടി മറിച്ചിട്ടുള്ളൊരു പോക്ക്.
എല്ലാവരും പ്രധാന സ്ഥാനത്തിന് വേണ്ടി ആയിരുന്നു തള്ളിയത്. കർത്താവായ യേശുവും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അകത്ത് പ്രവേശിക്കുന്നത് വരെ കർത്താവ് വെളിയിൽ നിന്നു. എന്നിട്ട് അവരെ തിരുത്തുവാനായി അവൻ പറഞ്ഞത് ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിലിരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇടം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തള്ളുകാർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ചില ആളുകൾ ഇന്നുണ്ട്. തള്ളുകാർ, തള്ളൽ. അവർ എങ്ങനെങ്കിലും തങ്ങളെ തള്ളി 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 മുൻപോട്ട് കയറ്റുവാൻ ശ്രമിക്കുകയാണ്. അത് പാട്ട് പാടിയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നത് ആകാം. തള്ളുക. അവർ ക്രിസ്തീയ കോളത്തിലാണ് ഈ ആളുകൾ അധികവും. ആരെ ചവിട്ടിയാണെങ്കിലും മുകളിൽ കയറണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. സംഘടനകളുടെ മുൻപിൽ, സഭയ്ക്ക് മുൻപിൽ, തലപ്പത്ത്. ഇത് ദുഃഖകരമായൊരവസ്ഥയാണ്. ബിസിനസ്സിൽ ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചാൽ അവനെ കുറ്റപ്പെടുത്തുക പ്രയാസമാണ്. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷയിലാകുന്നു എങ്കിലോ അതങ്ങനെ ആകുവാൻ പാടില്ല, തെറ്റാണ്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? ഈ വിഷയത്തെ സംബന്ധിച്ചും കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കുമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 31, 32 വാക്യങ്ങളിൽ നിന്ന് ഞാൻ അതൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ന്റെ 31, 32. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. ഇനിയും നമുക്ക് സദൃശവാക്യങ്ങളിലേക്ക് വരാം. 25-ാം അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ. നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക, എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. മറ്റുള്ളവരെ വിമർശിക്കുന്നതിലൂടെ താങ്കൾക്ക് വളരെയേറെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാവുന്നതാണ്. നിങ്ങളുടെ അയൽക്കാരൻ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പോയി അവനോട് വ്യക്തിപരമായി സംസാരിക്കാം. നാട് നീളെ പറഞ്ഞ് നടക്കരുത് എന്നാണ് ശലോമോൻ പറയുന്നത്. 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഇത് മനോഹരമല്ലേ? അതിമനോഹരമായ സാമ്യപ്പെടുത്തൽ. പൊന്നാരങ്ങ, ഇത് ഓറഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പഴങ്ങൾ ഇസ്രായേലിൽ സുലഭമായിരുന്നു. ഇന്ന് അവിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഓറഞ്ചുകളിൽ ചിലതുണ്ടാകുന്ന സ്ഥലമായി നമുക്കറിയാവുന്നതാണ്. ഓറഞ്ച് മനോഹരമായ ഫലമാണ്. ബൈബിളിൽ പല സ്ഥലത്തും ഈ നാരങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാവുന്നതാണ്. ശരിയായ വാക്ക് തക്ക സമയത്ത് പറഞ്ഞ പല വ്യക്തികളെക്കുറിച്ചും ദൈവവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ചിലപ്പോൾ അത് നല്ലൊരു വാക്കാണ്, മറ്റു ചിലപ്പോൾ ആയത് ശാസനയാണ്. എന്നാൽ വാക്കുകൾ ആവശ്യമായിരുന്നു. അവ ശരിയായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. വാക്കുകൾ ഈ ചിത്രത്തിൽ ചേരുന്നതാണ്. അവ പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. നമ്മിൽ പലരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അത്രേ ഇത്. ശരിയായ സമയത്ത് നാം പറയേണ്ട ശരിയായ കാര്യം എന്താകുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പലപ്പോഴും നാം ശരിയായ കാര്യമായിരിക്കും പറയുന്നത്, എന്നാൽ അത് തെറ്റായ സമയത്തായിപ്പോയി എന്ന് മാത്രം. മറ്റു ചിലപ്പോൾ ശരിയായ സമയമായിരിക്കും പറഞ്ഞത്, എന്നാൽ പറഞ്ഞത് തെറ്റിപ്പോയി എന്നതാണ് പ്രശ്നം. ചില ആളുകൾ അഭിമാനത്തോടെ പറയാറുണ്ട്, ആരാ എന്താ എന്നൊന്നും ഞാൻ നോക്കില്ല, പറയാനുള്ളത് ഞാനങ്ങ് പറയും, എനിക്കാരെയും പ്രീതിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഉപാധിയാണ്. ഇത് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. നാം നമ്മുടെ വായി തുറക്കാതിരിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. തുറന്നാൽ ആകെ പ്രശ്നമാകുക മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് പറഞ്ഞ ശരിയായ വാക്കായിരിക്കണം. വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല തത്വമാണിത്. 12-ാം വാക്യം നോക്കിക്കാട്ടെ. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസകൻ പൊൻ കടുക്കനും
തങ്കം കൊണ്ടുള്ള ആഭരണവും ആകുന്നു. ഒരു സ്ത്രീയുടെ കാതിലെ മനോഹരമായ പൊൻകടുക്കൻ താങ്കൾ കണ്ടിരിക്കും. കാതിൽ പൂ. ഈ കാലത്ത് ചില ആൺകുട്ടികളും കാതിൽ പൂ ഇട്ട് കാണാറുണ്ട്. എന്നാൽ ഒരു സ്ത്രീ അത് ധരിക്കുമ്പോഴുള്ള മനോഹരത്വം ഒരിക്കലും ഈ ആൺകുട്ടികൾ ധരിക്കുമ്പോൾ ഉണ്ടായി കാണാറില്ല. നിങ്ങളെ കുറ്റം പറയുകയല്ല, സൗന്ദര്യം അത്രയും ഇല്ലല്ലോ. അത് കാണിക്കുന്നത് കേട്ടനുസരിക്കുന്ന കാതിൻ്റെ ജ്ഞാനിയായ ഒരു ശാസകനെയാണ്. ഒരു വ്യക്തിയെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയങ്ങളുണ്ട്. ഇന്ന് സാധാരണയായി ആരെയെങ്കിലും ശാസിച്ചാൽ, പ്രത്യേകിച്ചും പരസ്യമായി ശാസിച്ചാൽ, ആളുകൾ പറയും അവനെ നിങ്ങൾക്ക് നഷ്ടമായി, അവനെ നേടുവാൻ താങ്കൾക്ക് ഒരിക്കലും ഇനിയും സാധിക്കില്ല എന്ന്. എന്നാൽ സുഹൃത്തെ, താങ്കൾ ശാസിച്ച വ്യക്തി ശരിയായ വിധത്തിലുള്ള വ്യക്തിയാകുന്ന പക്ഷം താങ്കൾക്ക് ഒരിക്കലും അവനെ നഷ്ടമാകുകയില്ല. താങ്കൾ ആ വ്യക്തിയെ നേടും. അവൻ തെറ്റായ വിധത്തിലുള്ള വ്യക്തിയാകുന്ന പക്ഷം ഒരു വിധത്തിലും അവനെ നേടുവാൻ കഴിയില്ല എന്നും മറക്കരുത്. ശാസിക്കേണ്ട സമയങ്ങളുണ്ട് എന്നോർക്കണം. 13-ാം വാക്യം എടുത്താട്ടെ. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ഫലസ്തീൻ നാടുകളിൽ കൊയ്ത്തുകാലത്ത് വളരെയേറെ ചൂടുണ്ടായിരിക്കുക സാധാരണയാണ്. ആ കാലത്ത് അവർ ഹെർമോൻ മലകളിലേക്ക് പോയി മഞ്ഞ് ശേഖരിച്ച് താഴ്വരയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. സ്നോ. ആ ഹിമം വളരെ നല്ലതായിരുന്നു. അങ്ങനെയാണ് വിശ്വസ്തനായ ഒരു ദൂതൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മുടെ കർത്താവ് ചിലരോട് പറയും എന്നതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നുമില്ല. നമുക്ക് ചുറ്റും വിശ്വസ്തരായ മനുഷ്യർ ഉണ്ടായിരിക്കണം. ഇത് നാം എല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു പുരുഷൻ വിശ്വസ്തയായ ഒരു ഭാര്യയെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായ കുഞ്ഞുങ്ങളെ അവൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായ തൊഴിലാളികളെയാണ് മുതലാളിക്ക് ആവശ്യം. വിശ്വസ്തരായ അംഗങ്ങളെയാണ് ഓരോ ശുശ്രൂഷകനും സഭാ ശുശ്രൂഷകനും ആഗ്രഹിക്കുന്നത്. ആളുകൾ ആഗ്രഹിക്കുന്നത് വിശ്വസ്തനായ ഒരു സഭാ ശുശ്രൂഷകനെയാണ്. വിശ്വസ്തത എന്നത് അതിമഹത്തായ സ്വഭാവ സവിശേഷതയാണ്. എല്ലാ കാര്യത്തിലും വിശ്വസ്തനായ ഒരാൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആയത് ഭയങ്കര ചൂടുള്ള ഒരു ദിവസം നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം പോലെയാകുന്നു. എത്ര നല്ല സാമ്യപ്പെടുത്തലല്ലേ. 14-ാം വാക്യം നോക്കിക്കാട്ടെ. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു. പല ആളുകളും തങ്ങൾക്കില്ലാത്ത വരങ്ങളെ ചൊല്ലി പ്രശംസിക്കാറുണ്ട്. തങ്ങൾ എത്ര നല്ലവരാകുന്നു എന്ന് പല മനുഷ്യരും എന്നോട് പറയാറുണ്ട്. തങ്ങൾക്ക് പാടുവാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, സംഗീതോപകരണങ്ങൾ വായിക്കാൻ അറിയാം, അങ്ങനെ എല്ലാം അറിയാം. ഇത് പറഞ്ഞുകൊണ്ടാണ് അനേകരും അടുത്തു കൂടുന്നത്. ഒടുവിൽ നാം മനസ്സിലാക്കുന്നത് ഈ കൂട്ടർക്ക് ഈ പറഞ്ഞ യാതൊരു കഴിവുകളും വേണ്ടതുപോലെ ഇല്ല എന്നത്രേ. ഇന്ന് ഈ കഴിവ് പ്രകടനത്തിനുള്ള തള്ളൽ ക്രിസ്തീയ ഗോളത്തിൽ വളരെയാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരമുള്ളപ്പോൾ ഒരു കഴിവുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സബ്സ്ക്രിപ്ഷൻ കൂട്ടുകയാണ്. കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരാണല്ലോ പറയാറുള്ളത്, അവരാണ് പറയേണ്ടതും. അന്ത്യകാലത്തെ വിശ്വാസത്യാഗികളുടെ ചിത്രം ഇതത്രേ. വളരെ വ്യക്തമായ ഭാഷയിൽ യൂദ തൻ്റെ ലേഖനത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ വെള്ളമില്ലാത്ത മേഘമെന്നും ഫലമില്ലാത്ത വൃക്ഷമെന്നുമൊക്കെയാണ് യൂദ വിളിച്ചിരിക്കുന്നത്. തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ എന്ന് യൂദായുടെ ലേഖനം 13-ാം വാക്യത്തിൽ നാം കാണും. ഇനി സദൃശവാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. 16-ാം വാക്യത്തിലേക്ക് വരാം. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ, അധികം നിറഞ്ഞിട്ട് ഛർദ്ദിപ്പാൻ ഇടവരരുത്. പഴയ നിയമത്തിൽ തേൻ എന്നത് സ്വാഭാവിക മധുരത്തെയാണ് കാണിക്കുന്നത്. ഭോജനയാഗത്തിൽ തേൻ അനുവദിച്ചിരുന്നില്ല. കാരണം ആ യാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യനായിരുന്ന അവനിൽ സ്വാഭാവികമായ മധുരമൊന്നുമില്ലായിരുന്നു. വളരെയേറെ മധുരമായിരുന്ന ആരെയെങ്കിലും താങ്കൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? താങ്കളെ ആകെ മുഷിപ്പിച്ച കുറേ മധുര കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി. ഇവിടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് തേൻ കഴിച്ചാൽ ഛർദ്ദിപ്പാൻ ഇടവരുമെന്ന്. അത് വയറാകെ നാശമാക്കുമെന്നാണ് ശലോമോൻ പറയുന്നത്. 17-ാം വാക്യം. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്തു നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവൻ്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൊള്ളാം. ഇത് വളരെ നല്ല ഉപദേശമാണ്. അടുത്ത വീട്ടിൽ ഒരുപാട് സമയം കളയരുത്. പലരും മറ്റു വീടുകളിൽ പോയിരുന്ന സമയം കൊല്ലാറുണ്ട്. മറ്റുള്ളവർ താങ്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വിധത്തിൽ വേണം ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ടത്.
ഇയാൾ ഇങ്ങോട്ട് എന്തിനാ എപ്പോഴും വരുന്നത് എന്ന് ആ വീട്ടുകാർക്ക് തോന്നരുത്. അതിനുള്ള ഇട കൊടുക്കരുത്. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. ഉദാഹരണത്തിന് ഇസ്കരിയോത്ത യൂദ മോശമായ ഒരു പല്ലുവേദനയായിരുന്നു. അവൻ ഒരു ഉളുക്കിയ കാല് പോലെയായിരുന്നു. അതുപോലെ ആരെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ കണ്ടെത്തിയെന്ന് വരാം. 21-22 വാക്യങ്ങൾ, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇവിടെ യേശുവും പൗലോസും ഈ തത്വം പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് മധുരത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും മധ്യത്തിലാണ്. ആരെയും യാതൊന്നിനും ശാസിക്കരുത് എന്നാണ് ഇപ്പോഴത്തെ പ്രമാണം. ഞാൻ ചിലപ്പോൾ അല്പം കർക്കശമായി ഈ പ്രസംഗത്തിൽ വല്ലതും പറഞ്ഞാൽ ഉടനെ ചിലർ എനിക്ക് എഴുതും, അങ്ങനെ പറയരുത്, അവരും അല്ലെങ്കിൽ ഈ തെറ്റെന്ന് ഞാൻ പറഞ്ഞ ആളുകളും ശരിയായിരിക്കുമെന്ന്. എന്നാൽ ആ കാര്യത്തിൽ പിൻപോട്ട് പോകുവാൻ എനിക്കിപ്പോൾ കഴിയില്ല. ദൈവവചനം ഞാൻ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പറയണമെന്നുള്ളത് തീർച്ചയായും എൻ്റെ കടമയാണ്. അത് ഞാൻ ശ്രദ്ധിച്ചേ മതിയാകൂ. അല്ലാതെ അനുരഞ്ജനത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ വിടുവാൻ പാടില്ല. 24-ാം വാക്യത്തിൽ, ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ഈ വസ്തുത ഇതിനോടകം പല പ്രാവശ്യം നമ്മോട് ശലോമോൻ പറഞ്ഞു കഴിഞ്ഞു. അനേകം ഭാര്യമാർ ഉണ്ടായിരുന്ന ശലോമോന് അവരിൽ ചിലരെ കൊണ്ട് പൊറുതിമുട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും ഈ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അല്ല, അത് വാസ്തവമാകുമല്ലോ അല്ലേ. 25-ാം വാക്യം, ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ഈ പറഞ്ഞതിലൊക്കെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ദൂരദേശത്ത് നിന്ന് വന്ന നല്ല വർത്തമാനമുണ്ട്. കർത്താവായ യേശുവാകുന്നു അത്. അവനാണ് ആ സുവാർത്ത. അവനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 34-19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നീതിയുടെ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ ഒരു ദൈവ പൈതലിന് എത്രമാത്രം ധൈര്യം പകരുന്ന വചനങ്ങളാണിവ. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.